ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗിരി കാല് പിടിച്ചപേക്ഷിക്കുന്നത് പോലെ പാർവതിയോട് പറഞ്ഞു, ഞാൻ എന്ത് വേണമെങ്കിലും പാറുവിന് വേണ്ടി ചെയ്യാം. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്. ദയവേത് ഈ കാര്യങ്ങളൊന്നും എൻ്റെ പെങ്ങന്മാരറിയരുത്. ഇവിടെ ഈ കുടുംബത്തിന് കുറെ നാളുകളായിട്ട് ഒരു ശാപമുണ്ട്. കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾക്ക് കിട്ടിയ ശാപം. ഞങ്ങളുടെ അമ്മ ഒളിച്ചോടി പോയത് കൊണ്ട് അങ്ങനെ ഒരു ചീത്തപ്പേര് ഞങ്ങളുടെ കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ദേവിയേത് പാറു എൻ്റെ കൂടെ നിൽക്കണം. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ, എൻ്റെ പെങ്ങന്മാരുടെ മുന്നിൽ അഭിനയിക്കാം. അത് ആ അക്കാര്യത്തിൽ പാറു എൻ്റെ ഒപ്പം നിൽക്കണം. ഇല്ലെങ്കിൽ അവര് വലിയ സന്തോഷത്തിലാണ്. ഈ കുടുംബത്ത് എന്തോ വലിയ മാറ്റം സംഭവിച്ചു എന്ന സന്തോഷമാണ് അവരുടെ മനസ്സിലാകെ. എനിക്ക് എൻ്റെ മക്കളെ സങ്കടപ്പെടുത്താൻ കഴിയില്ല. അവരുടെ സന്തോഷം തല്ലിക്കെടുത്താൻ എനിക്കാവില്ല. അവരെ സങ്കടപ്പെടുത്താൻ എനിക്കാവില്ല. അതുകൊണ്ട് അവരുടെ സന്തോഷം കെടുത്തുന്ന രീതിയിൽ ദയവ് ചെയ്ത് പാറു പെരുമാറരുത്. പാറുവിന് വേണ്ടി എന്തും ഞാൻ ചെയ്തോളാം എന്ന് ഗിരി അറിയിച്ചു. ഇത് കേട്ടതും പാറു പറഞ്ഞു, ഇല്ല, അത് പറ്റില്ല. എനിക്ക് ആരുടെ മുന്നിൽ അഭിനയിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പാറു പറയുന്നു. ഇവിടെ ഇപ്പോ പ്രശ്നമുള്ളത് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയല്ലേ. ഈ താലി ഞാൻ അങ്ങ് പൊട്ടിച്ചു കളഞ്ഞാൽ അതോട് തീരുവല്ലോ പ്രശ്നങ്ങൾ എന്ന് ഗിരിയോട് ചോദിച്ചുകൊണ്ട് പാറു തന്റെ കഴുത്തിൽ കിടക്കുന്ന താലി വലിച്ചു പൊട്ടിക്കാൻ തുടങ്ങി. ഇത് കണ്ടതും ഗിരി വേഗം പാറുവിന്റെ കയ്യിൽ കടന്നു പിടിച്ചു. പാറു, അരുത്, താലി പൊട്ടിക്കരുത്, ദേവി ചെയ്ത് താലി പൊട്ടിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, സിദ്ധാർത്ഥ് സാറിനെ ഞാൻ കണ്ടെത്തി തരാം. സിദ്ധു സാറിനെ, ഡോക്ടറെ ഞാൻ കണ്ടെത്തി തരാം. ഡോക്ടറെ കണ്ടെത്തി പാറുവിന് ഡോക്ടറുമായിട്ടുള്ള വിവാഹം നടത്തി പാറുവിന് ഇവിടെ നിന്ന് മടങ്ങാം. പക്ഷേ അതുവരെ എൻ്റെ മക്കളുടെ മനസ്സിൽ യാതൊരു സംശയവും തോന്നരുത്. അവരുടെ മനസ്സിൽ യാതൊരു വേദനയും ഉണ്ടാകരുത്. അവരെ എനിക്ക് സങ്കടപ്പെടുത്താനാവില്ല. അതുകൊണ്ടാണ് എന്ന് പാറുവിനോട് ഗിരി അപേക്ഷിക്കും പോലെ ആവശ്യപ്പെട്ടു. ഉടനെ പാർവതി പറഞ്ഞു, ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ പുതിയ നാടകങ്ങൾ എന്റെ മുന്നിൽ നടത്തുകയാണ്. നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഇപ്പോ ഞാൻ ഈ താലി പൊട്ടിക്കാൻ പാടില്ല. എന്നിട്ട് പതിയെ ഇത് ഞാൻ കഴുത്തിലിട്ടതിന് ശേഷം പിന്നീട് നിങ്ങൾ എൻ്റെ ഭർത്താവാണെന്നുള്ള അവകാശം സ്ഥാപിച്ചെടുക്കാനായി ശ്രമിക്കും. നിങ്ങളുടെ ഭാര്യയാക്കി മാറ്റാനായി നിങ്ങൾ ശ്രമിക്കും. അതിനുവേണ്ടിയല്ലേ എന്ന് ചോദിച്ചതും ഗിരി പറഞ്ഞു, ദേവിയേത് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. കരുനീലിക്കാവിൽ അമ്മയാണെങ്കിൽ സത്യം. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. അന്ന് ആ മണ്ഡപത്തിൽ വെച്ച് സംഭവിച്ചത് എന്താണെന്ന് പാറുവിന് അറിയാവുന്നതല്ലേ. അന്ന് നമ്മൾ അവിടേക്ക് വന്നപ്പോ നാട്ടുകാരും വീട്ടുകാരും എല്ലാം നമ്മളവിടെ ഒരു വാക്കെങ്കിലും പറയാൻ അനുവദിച്ചോ? എന്തെങ്കിലും കേൾക്കാൻ അവർ തയ്യാറായോ? ഞാൻ പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവരെല്ലാവരും എന്നെ തല്ലിച്ചതയ്ക്കാനല്ലേ നോക്കിയത്. എന്നെ തല്ലിക്കൊല്ലാനല്ലേ അവർ ശ്രമിച്ചത്. അല്ലാതെ എന്നെ കൊണ്ട് എന്തെങ്കിലും പറയാൻ അവർ അനുവദിച്ചോ? അവരാരും അതിന് സമ്മതിച്ചില്ലല്ലോ. ആ നിമിഷം നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ നിർബന്ധപ്രകാരം എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. യാന്ത്രികമായി ഞാൻ ചെയ്തു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടല്ല, ഞാൻ മനസ്സറിഞ്ഞിട്ടല്ല ഇതൊന്നും ചെയ്തത്. ഞാൻ ആരോടും അവിടെ പറഞ്ഞ് ഏർപ്പാടും ചെയ്തിരുന്നില്ല. എല്ലാം അവിടെ സംഭവിച്ചു പോയതല്ലേ. പാറു നേരിട്ട് കണ്ടതല്ലേ. അവിടെ വെച്ച് താലി കെട്ടാൻ പറഞ്ഞു, താലി കെട്ടി. ഹാരമണിയാൻ പറഞ്ഞു, അതും ചെയ്തു. സിന്ദൂരം ചാർത്താൻ പറഞ്ഞു, അതെല്ലാം യാന്ത്രികമായി ചെയ്തു പോയ കാര്യങ്ങളാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച് ചെയ്തതല്ല അതൊന്നും. പിന്നെ പാറുവിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം. ആ നിമിഷം മണ്ഡപത്തിൽ വെച്ച് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അമ്മാവൻ മറ്റാരെയെങ്കിലും കണ്ടെത്തി പാറുവിന്റെ കഴുത്തിൽ താലി ചാർത്തിക്കുമായിരുന്നു. അതുമല്ല എങ്കിൽ ആ ഇന്ദ്രനെ തിരികെ വിളിച്ച് പാറുവിന്റെ കഴുത്തിൽ താലി ചാർത്തിക്കും. അങ്ങനെ വന്നാലും സിധുവിനോടൊപ്പം ജീവിക്കാൻ പാറുവിന് സാധിക്കുമായിരുന്നു. അതാണ് ഡോക്ടറോടൊപ്പമുള്ള പാറുവിന്റെ നല്ലൊരു ജീവിതം ആഗ്രഹിച്ചിട്ടാണ് ആ നിമിഷം ഞാൻ അങ്ങനെ ചെയ്തത്. അത് പാറുവിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാ, അല്ലാതെ മറ്റൊരു ദുരുദ്ദേശവും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല എന്ന് ഗിരി അപേക്ഷിക്കും വിധം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടും അതൊന്നും വിശ്വസിക്കാതെ കലിതുള്ളി അങ്ങനെ നിൽക്കുകയാണ് പാറു. ഈ സമയത്ത് പടനിലത്ത് തനിച്ചിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്മനാഭന്റെ മനസ്സിൽ മുഴുവൻ ആ ഇന്ദ്രന്റെ മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ അലയടിക്കുകയായിരുന്നു. നിങ്ങളെപ്പോലെ ഒരു നാണം കെട്ടവൻ ഈ ലോകത്ത് വേറെ ഇല്ല എന്ന് പറഞ്ഞ് പത്മനാഭനെ കുറ്റപ്പെടുത്തി നാട്ടുകാർക്ക് മുന്നിൽ അപമാനിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ കാർത്യായനി അമ്മയുടെ വാക്കുകൾ അത് വല്ലാതെ പത്മനാഭന്റെ മനസ്സിനെ അലട്ടി. അപ്പോഴേക്കും പത്മനാഭന്റെ ഫോൺ റിങ് ചെയ്തു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വിശ്വനാഥൻ എന്ന് കണ്ടതും, അല്ല, വിശ്വനാഥൻ ഇപ്പോഴെന്തിനാ വിളിക്കുന്നത്? ഇനി ചീത്ത വിളിച്ചത് മതിയാകാഞ്ഞിട്ടാണോ എന്ന് ആലോചിച്ച് ഒടുവിൽ എന്തായാലും എടുക്കാതിരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ പത്മനാഭൻ തീരുമാനിച്ചു. കോൾ എടുത്ത് വിശ്വ എന്ന് വിളിച്ചപ്പോഴേക്കും പത്മനാഭനോട് വിശ്വനാഥൻ പറഞ്ഞു, അതെ, നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോ വിളിച്ചത് എന്ന് പറഞ്ഞതും പത്മനാഭൻ പറഞ്ഞു, നിങ്ങളുടെ മകളുടെ വിവാഹം നടത്തി കൊടുത്തു അല്ലെ? അവനെ കൊണ്ട് തന്നെ അവളെ വിവാഹം കഴിപ്പിച്ചു അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും പത്മനാഭൻ പറഞ്ഞു, അത്
കുടുംബത്തിന്റെ അപ്പോഴത്തെ നിലനിൽപ്പിന് വേണ്ടി കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പത്മനാഭൻ പറഞ്ഞു. പക്ഷേ അതൊന്നും സന്തോഷപൂർവ്വം ഞാൻ ചെയ്തതല്ല. നാളെ ഈ വീട്ടിൽ ഒരു ചടങ്ങുണ്ട്. എന്റെ മകളുടെ ഇരിക്കപ്പിണ്ഡം വെക്കുകയാണ്. അവള് ഇന്ന് മരിച്ചു. അവളുടെ ശവദാഹവും കഴിഞ്ഞു. നാളെ ആ ഇരിക്കപ്പിണ്ഡം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോ വിശ്വനാഥൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മകളെ ഇരിക്കപ്പിണ്ഡം വെക്കോ, അവളുടെ 16 അടിയന്തരം നടത്തുവോ, എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ അവിടെ വെച്ച് അപമാനിതനായി മടങ്ങിപ്പോന്ന എന്റെ അനുജനുണ്ടല്ലോ, അവൻ ആ നിമിഷം മുറിയിൽ കയറി വാതിലടച്ചതാണ്. ഇതുവരെയായിട്ടും അവൻ വാതിൽ തുറന്നിട്ടില്ല. ഞങ്ങളെല്ലാം വിളിച്ചിട്ടും എത്ര പറഞ്ഞിട്ടും അവൻ തുറക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ പത്മനാഭൻ ചോദിച്ചു, ഞാൻ അവനെ വിളിക്കണോ, ഞാൻ ഫോൺ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതിന് ഫോണും അവൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, അത്രത്തോളം അവനെ മോഹിപ്പിച്ചിട്ട് അവനെ തകർത്ത് കളഞ്ഞില്ലേ നിങ്ങൾ എന്ന് ചോദിച്ചതും പത്മനാഭൻ പറഞ്ഞു, ഞാനല്ലല്ലോ, എന്റെ മോളല്ലേ ഇങ്ങനെ ഒരു ചതി കാട്ടിയത്, നിങ്ങളോട് മാത്രമല്ലോ എന്നെയും അവൾ ചതിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ വിശ്വനാഥൻ പറഞ്ഞു, എന്തായാലും ശരി, നിങ്ങളുടെ കുടുംബം ചെയ്തത് വലിയൊരു ക്രൂരതയായി പോയി. എന്തിനായിരുന്നു സാറേ ഞങ്ങളോട് ഈ ചതി എന്ന് ചോദിച്ചതും, എന്തായാലും നിങ്ങളുമായിട്ട് ഇനി ഒരു ബന്ധത്തിന് ഞാനില്ല, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് പത്മനാഭൻ, ഞാൻ ഇടയ്ക്ക് ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് എന്ന് പത്മനാഭൻ പറഞ്ഞപ്പോ ഉടനെ വിശ്വൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾ ഈ വഴിക്ക് വന്നു പോകരുത്, നിങ്ങളുമായിട്ട് ഇനി ഒരു ഇടപാടും ഞങ്ങൾക്കില്ല എന്ന് ദേഷ്യത്തോടെ വിശ്വനാഥൻ പറയുമ്പോ അത് കേട്ട് പത്മനാഭൻ പറഞ്ഞു, അതെന്താ അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ കഴിയുന്നതാണോ നമ്മുടെ ബന്ധം? അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മളുടെ ഈ ഒരു ബന്ധം മാത്രമല്ലേ ഇല്ലാതായിട്ടുള്ളൂ, പക്ഷേ നമ്മൾ തമ്മിൽ നടത്തുന്ന ബിസിനസ്സും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും അതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്ന് പത്മനാഭൻ ചോദിച്ചപ്പോ ഉടനെ വിശ്വനാഥൻ പറഞ്ഞു, ഇനി ഒരു ബിസിനസ്സും ഇല്ല, ഒരിടപാടും ഇല്ല, എന്നേക്കുമായി എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് വേഗം വിശ്വനാഥൻ ഫോൺ കട്ട് ചെയ്തു. അയാളുടെ ഒരു ബിസിനസ്സും കുശലാന്വേഷണവും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വിശ്വനാഥൻ അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് പാർവതി വീണ്ടും, തനിക്ക് ആ മുറിയിൽ നിൽക്കാൻ കഴിയില്ലെന്നും ഞാൻ പോവുകയാണ്, എനിക്ക് പോകണം, എനിക്ക് ഇപ്പൊ തന്നെ പോകണം എന്ന് പറഞ്ഞ് പാർവതി ബഹളമുണ്ടാക്കി വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു. ഉടനെ എന്നെ വീട്, എനിക്ക് പോകണമെന്ന് പറഞ്ഞ് പാർവതി ബഹളം ഉണ്ടാക്കുമ്പോ ഗിരി പാറുവിന്റെ കയ്യിൽ പിടിച്ച് തടയുകയാണ്. പാറു, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കേ, ഇപ്പൊ പോകരുത്, ഇവിടെ എന്റെ കുടുംബം, എന്റെ മക്കൾ, എനിക്ക് അവരുടെ ഭാവി എനിക്ക് നോക്കണം. പാറു ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്റെ മക്കളുടെ ജീവിതമാണ് അതോടെ തകരുന്നത്. എന്റെ പെങ്ങന്മാരുടെ കുടുംബമാണ് ഇല്ലാതാകുന്നത്, അവരുടെ ഭാവിയാണ് ഇല്ലാതാവുന്നത്. അമ്മ അങ്ങനെ പോയി എന്നതിന്റെ പേരിൽ അവരിപ്പോൾ അനുഭവിക്കുന്ന, കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന അത് ഇരട്ടിയാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ മക്കളുടെ ഭാവി ജീവിതം, അവരുടെ ഭാവി ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞ് ഗിരി കേണപേക്ഷിച്ചു. ഇത് കേട്ടതും ഗിരിയോട് ദേഷ്യത്തോടെ പാറു ചോദിച്ചു, അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങന്മാരുടെ ജീവിതം വലുതാണ് അല്ലെ? നിങ്ങൾ ചവിട്ടിയരച്ച എന്റെ ജീവിതമോ നിങ്ങളുടെ പെങ്ങന്മാരോട് ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തിട്ട് അവളോടും ഇങ്ങനെ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് സഹിക്കുവോ എന്ന് ചോദിച്ചതും ഗിരിക്ക് ഒന്നും പറയാനില്ലാതായി. ഉടനെ പാറു ഗിരിയുടെ അരികിലേക്ക് എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഉത്തരം മുട്ടിയോ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചതും ഗിരി പറഞ്ഞു, പാറു, എനിക്ക് പാറുവിനെ പോലെ വലിയ വിദ്യാഭ്യാസമില്ല, പഠിപ്പില്ല, എനിക്കത്ര വലിയ കാര്യമായി സംസാരിക്കാനും അറിയില്ല. പക്ഷെ ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, എന്റെ മക്കളുടെ ജീവിതം, അവരുടെ ഭാവി, അവരുടെ സന്തോഷം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനിടയാകരുത്. പാറുവിന് വേണ്ടി എന്തും ഞാൻ ചെയ്യാം, എന്തിനും ഞാൻ തയ്യാറാണ് എന്ന് ഗിരി അറിയിച്ചു. ഈ സമയത്ത് കുഞ്ഞി അവരുടെ റൂമിനെ വാതിക്കലേക്ക് എത്തുമ്പോൾ അകത്ത് ഗിരിയും പാറും തമ്മിൽ ബഹളം ഉണ്ടാകുന്നത് കേട്ടു. ഗിരി പാറു എനിക്ക് പോണം എന്ന് പറഞ്ഞ് പാറു ബഹളം വെക്കുമ്പോൾ പാറു ഇപ്പൊ പോകരുത് എന്ന് പറഞ്ഞ് ഗിരി പാറുവിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഗിരിയും പാറുവും തമ്മിൽ അവിടെ വഴക്ക് ഉണ്ടാകുന്നത് പോലെ ബഹളം വെക്കുന്നത് കേട്ട് ആകെ ടെൻഷൻ അടിച്ച് കുഞ്ഞി വേഗം തന്നെ കിച്ചണിലേക്ക് ഓടി വന്നു. ഈ സമയത്ത് കിച്ചണിൽ മറ്റ് സഹോദരിമാർ 3 പേരും നാളത്തെ ഭക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ഇന്ന് ഏടത്തിയമ്മയ്ക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല, ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട്. അതുകൊണ്ട് നാളെ എന്തെങ്കിലും വിശേഷിച്ച് ഏടത്തിയമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം. എന്താ ചേച്ചി, നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞപ്പോ രത്ന പറഞ്ഞു, പാറുവിന് അങ്ങനെ വിശേഷിച്ചൊന്നും വേണമെന്നൊന്നും ഇല്ലെന്നേ, പാറു ഇവിടുത്തെ കുട്ടിയല്ലേ, നമ്മുടെ കുടുംബത്തെ കുറിച്ച് അറിയാവുന്നതല്ലേ, അതുകൊണ്ട് പാറുവിന് യാതൊരു പരിഭവമൊന്നും ഉണ്ടാവില്ല എന്ന് രത്ന തന്നെ അനുജത്തിമാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എല്ലാം കേട്ടുകൊണ്ട് അവരെ സംസാരിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ്
കുഞ്ഞി അവിടേക്ക് ഓടിയെത്തിയത്. അതെ, ഏട്ടന്റെ മുറിയുടെ അവിടെ ഏട്ടന്റെ മുറിയിലെ വലിയ ബഹളം. അവർ രണ്ടുപേരും വലിയ ബഹളം ഉണ്ടാക്കുന്നു. വാ ചേച്ചിക്ക് വന്നേ, വല്ലാത്ത ബഹളം ഞാൻ കേട്ടു എന്ന് പറഞ്ഞപ്പോ രത്ന കുഞ്ഞിയോട് ദേഷ്യപ്പെട്ടു. കുഞ്ഞി, നീ എന്തിനാ അവരുടെ റൂമിന് അരികിലേക്ക് പോയത് എന്ന് ചോദിച്ചു. റൂമിലേക്ക് എത്തി നോക്കിയത് എന്തിനാ എന്ന് ചോദിച്ച് രശ്മിയും കുഞ്ഞിയെ വഴക്ക് പറയുന്നു. നിന്നോട് പറഞ്ഞിട്ടില്ലേ അങ്ങനെയൊന്നും പോകരുതെന്ന്, മര്യാദയ്ക്ക് റൂമിൽ പോയി ഇരുന്നാ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും കുഞ്ഞു പറഞ്ഞു, അതെ എന്റെ കൂടെ വന്നേ, ഞാൻ കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞപ്പോഴേക്കും കുഞ്ഞി, നീ വേഗം പോയി മുറിയിൽ പോയി കിടന്നുറങ്ങാൻ നോക്കിക്കേ, കൊച്ചുകുട്ടിയാ വലിയ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ അത്രയ്ക്ക് കൊച്ചുകുട്ടിയൊന്നും അല്ല എന്ന് കുഞ്ഞി ദേഷ്യത്തോടെ പറഞ്ഞു. ഉടനെ രത്ന പറഞ്ഞു, കുഞ്ഞി വേഗം പോയി കിടന്നുറങ്ങിക്കോ, അതാ നല്ലത് എന്ന് പറഞ്ഞ് കുഞ്ഞി അവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് അവർ മൂന്നുപേരും കള്ളച്ചിരിയിരിച്ചു. കണ്ടില്ലേ, അവള് പോയി ബഹളം കേൾക്കാൻ പോയിരിക്കുന്നു, റൂമിനടുത്ത് പോയിട്ട് ബഹളം കേട്ടുവെന്ന്. ഈ കുഞ്ഞിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് അനിയത്തിമാർ മൂന്നുപേരും അവർ രണ്ടുപേരും അവിടെ അവരുടെ ജീവിതം തുടങ്ങി എന്നുള്ള സന്തോഷത്തിൽ, ആ ഒരു ചിന്തയിൽ അവർ പാവങ്ങള് സത്യമൊന്നും അറിയാതെ അവർ മൂന്നു പേരും കള്ളച്ചിരി ചിരിച്ചു നിന്നു. ഈ സമയത്ത് ഗിരി പാർവതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പാറുവിന് വിശ്വാസമാകാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ കാല് പിടിച്ചു പറയണോ? പാറു, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഒരിക്കലും പാറുവിനെ ഞാൻ എന്റെ ഭാര്യയാക്കാൻ ആഗ്രഹിച്ചില്ല. ഒരിക്കലും അങ്ങനെ ഒരു ദുരുദ്ദേശത്തോടു കൂടിയല്ല ഞാൻ പാറുവിന്റെ കഴുത്തിൽ താലി കെട്ടിയതും. ഈ താലി അത് പാറുവിന് വലിയൊരു ഭാരമാണെന്ന് പാറു പറഞ്ഞല്ലോ. അത് ഒരു കാര്യം ഞാൻ പറയാം. പാറു സിദ്ധാർത്ഥ് ഡോക്ടറെ കാണുമ്പോ സിദ്ധു ഡോക്ടറെ കണ്ടു കഴിയുമ്പോ ഡോക്ടറെ കണ്ട ആ നിമിഷം പാറു ഈ താലി ഉരിക്കോ, അതുവരെ ഈ താലി പാറുവിന്റെ കഴുത്തിൽ കിടക്കണം. അപ്പോഴേക്കും പാർവതി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതുപോലെ ശാന്തയായിട്ട് പറഞ്ഞു, ശരി, ഞാൻ അഭിനയിക്കാം, ഈ താലി ഞാൻ ഊരുന്നില്ല എന്ന് പറഞ്ഞതും ഗിരി അപ്പോഴും കാല് പിടിക്കും പോലെ ഗിരി വീണ്ടും പാറുവിനോട് പറഞ്ഞു, ഞാൻ പാറുവിന്റെ കാല് പിടിക്കാം. എൻ്റെ പെങ്ങന്മാരുടെ സന്തോഷം എനിക്ക് ഈ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് ചോദിച്ചാൽ, എനിക്ക് ഏറ്റവും വലുത് എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവനേക്കാൾ ഉപരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ പെങ്ങന്മാരുടെ ജീവനാണ്, അവരുടെ സന്തോഷമാണ്. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരുടെ മുന്നിൽ അവരുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിലൊന്നും പാറുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കരുത്. അത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇവിടെ ഈ മുറിക്കുള്ളിൽ പാറു സിദ്ധു ഡോക്ടർക്ക് വേണ്ടി കാത്തിരിക്കുന്നയാളും ഞാൻ സിദ്ധാർത്ഥ് ഡോക്ടറെ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നയാളുമായിരിക്കും. ഈ മുറിക്കുള്ളിൽ ഇതിന് പുറത്ത് മാത്രമായിരിക്കും, എൻ്റെ പെങ്ങന്മാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ മാത്രമായിരിക്കും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുക എന്ന് ഗിരി ആവശ്യപ്പെട്ടു. ഉടനെ കുറച്ചു നേരം ആലോചിച്ചിട്ട് പാർവതി പറഞ്ഞു, ശരി, ഞാൻ സമ്മതിക്കാം. എന്തായാലും ഞാൻ താലി ഊരുന്നില്ല. പക്ഷേ സിദ്ധുവിനെ കണ്ടുമുട്ടുന്ന ആ നിമിഷം ഞാൻ ഈ താലി വലിച്ചെറിയും എന്ന് പറഞ്ഞു. ശരിയെന്ന് ഗിരി തലകുലുക്കി. അപ്പോഴേക്കും പാർവതി പറഞ്ഞു, അത് ശരി, പക്ഷേ ഞാൻ സിദ്ധുവിന്റെ കൂടെ പോയി കഴിയുമ്പോൾ ആ സമയത്ത് പെങ്ങന്മാർക്ക് വിഷമാവില്ലേ? സഹോദരിമാര് സങ്കടപ്പെടില്ലേ? അവരെന്നെ അന്വേഷിക്കില്ലേ? അപ്പോഴെന്ത് പറയും എന്ന് ചോദിച്ചപ്പോഴേക്കും അപ്പോ എന്ന് പറഞ്ഞ് ആകെ ടെൻഷനോടെ ഗിരി നിൽക്കുകയാണ്. ഉടനെ ഗിരിയോട് പാറു പറഞ്ഞു, എന്നാ ആ സമയത്ത് ഞാൻ ഉപരിപഠനത്തിനായിട്ട് വിദേശത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് ഗിരി സമ്മതിച്ചു. എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഞാൻ ഇങ്ങനെയായി പോയി. മറ്റുള്ള ആരെയും വേദനിപ്പിക്കാൻ മനസ്സറിഞ്ഞ് വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ആരുടെയും സങ്കടം എനിക്ക് കണ്ടു നിൽക്കാനും ആവില്ല. ആരെങ്കിലും സങ്കടപ്പെടുന്നത് കണ്ടാൽ അവരുടെ സങ്കടം മാറ്റാനായി, അവരുടെ സങ്കടം ഇല്ലാതാക്കാനായി എന്നാലാവുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പാറുവിന്റെ സങ്കടവും എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയാതെ പോയത്, പാറുവിനെ രക്ഷിക്കണമെന്നും എനിക്ക് തോന്നിയത് എന്ന് ഗിരി അറിയിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ താലി പാറുവിന്റെ കഴുത്തിൽ അണിയിച്ചത് എന്ന് ഗിരി പറഞ്ഞു. ഉടനെ പാർവതി പറഞ്ഞു, ശരി, അപ്പോ എന്നെ സിദ്ധുവിന്റെ അരികിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്, സിദ്ധുവും ഞാനും തമ്മിലുള്ള വിവാഹം നടത്താനാണ് ഗിരിയേട്ടൻ ഇങ്ങനെ ചെയ്തതെങ്കിൽ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണെന്നല്ലേ ഗിരിയേട്ടൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യണം. എന്താ പാറു? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ഗിരി ചോദിക്കുമ്പോഴേക്കും പാർവതി പറഞ്ഞു, എനിക്ക് ഡിവോഴ്സ് വേണം. എനിക്ക് ഗിരിയേട്ടനിൽ നിന്ന് ഡിവോഴ്സ് വേണം എന്ന് പാർവതി ആവശ്യപ്പെട്ടതും വല്ലാത്ത ഞെട്ടലോടെ ഗിരി പാർവതിയെ നോക്കി നിൽക്കുന്നു.